ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. നമ്മളിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാർ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ സ്റ്റീരിയോ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് ചാർജിങ്ങിലിടുമ്പോൾ ചാർജ് കയറാത്ത പ്രശ്നമൊക്കെ കാണാം. നമ്മൾ ഈ ചാർജർ കണക്ട് ചെയ്ത് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് വെച്ചാൽ മാത്രമേ ചാർജ് കയറണുള്ളൂ. അങ്ങനെയൊക്കെയാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ വാച്ച് നമ്മൾ സ്ഥിരം കൈമ കെട്ടുമ്പോൾ നമ്മുടെ കയ്യിലെ വശർപ്പും ഡർട്ടൊക്കെ ആയിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള ആ ചാർജിങ് പോർട്ടിൽ അഴുക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അഴുക്ക് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോണ്ടാക്റ്റ് ശരിയാവാണ്ട് വരുമ്പോഴാണ് ഈ ചാർജ് കയറാത്ത ഇഷ്യൂ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. ഇതായിരിക്കും നമ്മുടെ ചാർജറിൻ്റെ ആ ഡോക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 പിന്ന് നമുക്ക് കാണാം. ഒരു പോസിറ്റീവ് നെഗറ്റീവും കറണ്ട് വരുന്നൊരു 2 പിന്ന്. ഈ 2 പിന്നിനും സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. ഈ സ്പ്രിങ് ആക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ സ്പ്രിങ് ആക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പിന്നിൻ്റെ 2 അറ്റത്തേക്കും പവർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പവർ വരുന്നില്ലെങ്കിൽ നമ്മൾ ഈ കേബിൾ അടക്കം മാറ്റേണ്ടി വരും. അത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊന്നും വലിയ റേറ്റ് ഇല്ല. അപ്പോൾ നമുക്കത് മാറ്റിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ചാർജ് ചെയ്യാം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വാച്ചിലാണ്. നമ്മുടെ വാച്ചിൻ്റെ ബാക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 പോർട്ടുകൾ. ഇതേപോലെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. ഇതിൽ മിക്കവരും കംപ്ലൈൻറ്റ് കാണുന്നത് ഈ ഡർട്ട് വന്ന് അവിടെ കോണ്ടാക്റ്റ് നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ 2 പോയിൻറ്റും പയ്യെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാം. ഇപ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാധനങ്ങളൊന്നും ഇട്ട് ക്ലീൻ ചെയ്യരുത്. ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ച് തുടയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് നമ്മളിപ്പോൾ ഈ വാച്ച് ഇപ്പോൾ കുറേ നേരം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് എടുത്ത് വയ്ക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് അത് ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വല്ല സിം എജക്ടർ ടൂളോ അങ്ങനെ എന്തെങ്കിലും അധികം കട്ടിയില്ലാത്തൊരു സാധനം എടുത്ത് പയ്യെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ക്ലീൻ ചെയ്യുമ്പോൾ അത് ഡാമേജ് വരാതെ നോക്കണം. ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പയ്യെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തുണിയൊക്കെ എടുത്ത് തുടച്ച് കൊടുക്കുക. അപ്പോൾ ആ കോണ്ടാക്റ്റ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കേബിളിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചാർജ് കയറും. ഈ ഒരു പ്രശ്നം ക്ലീൻ ചെയ്യാതെ വന്നാലും ഈ സാധനം അവിടെ നിന്ന് തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ദ്രവിച്ച് പോയാലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴും കട്ടിയുള്ള മോനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കുത്തിക്കഴിഞ്ഞാലും അത് ദ്രവിച്ച് പോകും. സ്ക്രാച്ച് വന്ന് അത് പോകും. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ചാർജ് ചെയ്യണമെങ്കിൽ മുമ്പ് അല്ലെങ്കിൽ അത് കൈമീന്ന് ഊരി വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു ക്ലോത്ത് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ക്ലീൻ ചെയ്യുന്ന സൊല്യൂഷൻ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മുടെ വാട്ടർ റെസിസ്റ്റൻ്റുള്ള വാച്ചുകളൊക്കെ ഉണ്ടാവും. എന്നാലും വെള്ളം ഉപയോഗിച്ച് ഈ കോണ്ടാക്റ്റ് തുടയ്ക്കരുത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാൻ പറ്റും. പിന്നെ വേറൊരു പ്രശ്നം പറയുന്നത് നമ്മുടെ ചാർജറാണ്. നമ്മൾ ചിലപ്പോൾ ആവശ്യത്തിനുള്ള പവറുള്ള ചാർജറായിരിക്കില്ല ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ പവർ ബാങ്കിലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഹൈ വാട്ടിൻ്റെ ഒരു 15 വാട്ടിൻ്റെ ചാർജറൊന്നും ഇതിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ലോ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു വാച്ചാണ്. അപ്പോൾ ഇതിന് 20 വാട്ട് 30 വാട്ടിൻ്റെ ചാർജറൊക്കെ ഉപയോഗിച്ച് ബാറ്ററി കംപ്ലൈൻറ്റ് വരുത്തരുത്. ഇങ്ങനെ നമ്മൾ ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് നല്ല അടിപൊളിയായിട്ട് ചാർജ് കയറും. അപ്പം നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചിലവരുടെ പ്രശ്നമാണ് ഈ മാഗ്നറ്റ് ഈ ചാർജറിൻ്റെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജർ വാച്ചിൽ പിടിക്കാണ്ട് വരും. അപ്പോൾ നമ്മൾ സ്ട്രാപ്പ് ഇട്ട് ചാർജ് കയറ്റാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് കയറില്ല. കാരണം ആ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ സ്ട്രാപ്പ് ഊരിയിട്ട് ആ ഡോക്കിൽ വയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അതിനകത്ത് പ്ലേസ് ആയിട്ടിരുന്നോളും. ആ മാഗ്നറ്റ് ആ ഡോക്കിൽ പോയി കഴിഞ്ഞാലും. പിന്നെ ചിലവരുടെ ഇങ്ങനത്തെ ഡോക്കായിരിക്കില്ല, ജസ്റ്റ് 2 പിന്ന് വരുന്നൊരു സാധനമായിരിക്കും. അതാകുമ്പോൾ വാച്ച് കമിഴ്ത്തി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. എന്തായാലും ഒട്ടുമിക്ക വാച്ചും വൈബ്രേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ അറിവ്. ചാർജർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ചാർജ് കയറുന്നുണ്ടെന്ന്. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളുടെ വാച്ച് ശരിയായി കഴിഞ്ഞാൽ കമൻറ്റ് ഇടാം. അപ്പോൾ നമ്മൾ ഇനിയും ഇപ്പോൾ ചിലർക്ക് ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്കായി ഡിസ്കണക്റ്റ് ആയി പോകുന്ന പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതും എങ്ങനെയാണത് പരിഹരിക്കുക എന്നുള്ളതൊക്കെ. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ആ വാച്ചിൻ്റെ കണക്ടർ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കുക. തട്ടൊന്നും പിടിക്കാതെ നോക്കുക. കേബിൾ മാറ്റേണ്ടി വരാണെങ്കിൽ കേബിൾ മാറ്റാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി സ്മാർട്ട് വാച്ചുകളുടെ തന്നെ ഒരു സീരീസ് ഇറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം. പിന്നെ എന്തെങ്കിലും നമുക്ക് വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളതും പറയാം. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക.
അപ്പോൾ നമ്മൾ നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. കമൻറ്റിലൊക്കെ അത് പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.